ഫ്രീ യുവർ മൈൻഡ് സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇതിലെ പേര് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഫ്രീ യുവർ മൈൻഡ് സർവീസ് എന്നാണ്. അതായത് നിങ്ങളുടെ മനസ്സ് സ്വതന്ത്രമാക്കി യഥാർത്ഥത്തിൽ നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ പണവും കടം വാങ്ങിയോ അല്ലെങ്കിൽ മറ്റുള്ള വിധത്തിലോ ആരോടെങ്കിലും ഏതെങ്കിലും വിധത്തിൽ ഉണ്ടാക്കിയോ നിങ്ങൾ ഇവർക്ക് കൊടുക്കുക. എന്നിട്ടോ ഇവർ നിങ്ങളെ കംപ്ലീറ്റ് പറ്റിച്ച് നിങ്ങളെ നശിപ്പിക്കും. ഫ്രീ യുവർ സർവീസ് എന്നതിന് പകരം ഫ്രീ യുവർ പോക്കറ്റ് ഫ്രീ എന്നുകൂടി ചേർത്തായിരിക്കും നന്നാവുക. ആരെക്കുറിച്ചാണ് ഞാനിത് പറയുന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാമോ? നമുക്കറിയാം, ഹൈറിച്ചിനെ കുറിച്ച് ഞാൻ വാർത്ത പ്രസിദ്ധീകരിച്ചപ്പോൾ ആദ്യം പല ആളുകളും വിശ്വസിച്ചിരുന്നില്ല. പലരും ഇത് തെറ്റാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇതാ എൻഫോഴ്സ്മെൻ്റ് അടക്കം അവരെക്കെതിരെ വേട്ടയാടിയിരിക്കുന്നു. ഇപ്പോൾ ഹൈറിച്ച് പ്രതാപൻ എവിടെയാണെന്ന് അറിയില്ല. അവർ സ്വത്തുക്കൾ കണ്ടുകെട്ടിയിരിക്കുന്നു. വിദേശത്തേക്ക് കോടിക്കണക്കിന് രൂപ അദ്ദേഹം ഹവാല വഴി മാറ്റിയിരിക്കുന്നുള്ള വിവരം കൃത്യമായി എൻഫോഴ്സ്മെൻറ്റ് കണ്ടെത്തിയിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഞങ്ങളോട് നൂറുകണക്കിന് മറ്റൊരു തട്ടിപ്പിനിരയായ ആളുകളാണ് ബന്ധപ്പെടുന്നത്. ഈ കാര്യത്തിൽ ഇടപെടണം എന്ന് പറഞ്ഞുകൊണ്ട് ഏതാണെന്നറിയാമോ? SPC എന്ന് പറയുന്ന ജൈവവള കമ്പനിയാണെന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ ലൈസൻസ് എല്ലാം റദ്ദായി തട്ടിപ്പ് നടത്തുന്ന ചില ആളുകളാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അവരെക്കുറിച്ചിട്ടാണ് ഞാനിപ്പോൾ വാർത്ത ചെയ്യുന്നത്. അവർക്കെതിരെയാണ് നിരവധി ആളുകൾ വ്യക്തമായ തെളിവുകളോടെ ഞങ്ങളെ ബന്ധപ്പെട്ടിരിക്കുന്നത്. അതാരും മറ്റാരുമല്ല, SPC എന്ന് പറയുന്ന വളക്കമ്പനിയാണ് ഒന്നാമത്. അവരുടെ തന്നെ മറ്റൊരു സ്ഥാപനമായ പ്രാണ ഇൻസൈറ്റ്, പിന്നെ പ്രാണ സ്റ്റോഴ്സ് എന്നീ സ്ഥാപനങ്ങളുടെ പേരിൽ തട്ടിപ്പിനിരയായ കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെട്ട ആളുകളാണ് ഞങ്ങളെ ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട വില്ലൻ എന്ന് പറയുന്നത് MD ജെയ്മോൻ മാരിവെല്ലിൽ രാജപ്പൻ എന്നാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട വില്ലൻ. അതിൻ്റെ MD ആയി തട്ടിപ്പ് നേതൃത്വം കൊടുക്കുന്നത് മറ്റൊരു ഡയറക്ടർ സുമി പുൽപ്പറമ്പിൽ മത്തായി എന്ന് പറയുന്ന ലേഡിയാണ്. മറ്റൊരു ഡയറക്ടർ മിഥുൻ പുഷ്പോങ്കതൻ മെല്ലുമേട്ടിൽ എന്ന് പറയുന്ന ആളാണ് ഇതിൻ്റെ മറ്റൊരു തട്ടിപ്പുകാരൻ. ഇവരുടെ സ്ഥാപനത്തിൻ്റെ പേര് SPC എന്നാണ്. അതേപോലെ മറ്റൊരു പേരാണ് പ്രാണ ഇൻസൈറ്റ്, പ്രാണ സൂപ്പർ മാർക്കറ്റ്. ഇങ്ങനെയുള്ള പേരുകളിലാണ്. ഒന്ന് എഡ്യൂക്കേഷൻ സ്ഥാപനം, എഡ്യൂക്കേഷൻ ആപ്പാണ്. ഇതിലൂടെ 100 വെച്ചാൽ 200 കിട്ടും, 200 വെച്ചാൽ 400 കിട്ടും, 400 വെച്ചാൽ 800 കിട്ടും, 800 വെച്ചാൽ 1600 കിട്ടും എന്ന് പറയുന്നൊരു മണി ചെയിൻ സ്ഥാപനം പോലെയുള്ളത്. അതേപോലെ SPC കേരളത്തിൽ നിരോധിച്ചതാണ്, ലൈസൻസ് റദ്ദാക്കിയതാണ്. MM മണിയുടെ സഹോദരൻ ലംബോദരനാണ് ഇതിന് പരാതി കൊടുത്തത്. MM മണിയുടെ അടക്കമുള്ള ആളുകൾ, അവിടെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന MM മണിയുടെ മകളടക്കമുള്ള ആളുകൾ ആണ് ഇതിനെ ആദ്യം പരാതിയുമായി വന്നത്. ഗവൺമെൻറ് ഇടപെടുകയും ശക്തമായ നടപടി സ്വീകരിക്കുകയും ചെയ്തതോടെ കേരളത്തിൽ നിന്ന് അവർ മുങ്ങി. അവർക്ക് പെരുമ്പാവൂർ വലിയ ഫാക്ടറി ഉണ്ടായിരുന്നു. അവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് ജൈവവളമല്ല, അത് കെമിക്കൽ തന്നെയായിരുന്നു. അവർ ഉൽപ്പാദിപ്പിച്ച വളങ്ങളെല്ലാം ഉപയോഗിച്ച് കൃഷി നടത്തിയ ആൾക്കാരെല്ലാം അവരെ കൃഷിയെല്ലാം നശിച്ചുപോയി. അവിടെ എന്ത് പിന്നെ നട്ടാലും വളരില്ല എന്നുള്ള അവസ്ഥ വരുന്നു. ഇതിനെതിരെ പരാതികൾ പല ആളുകളും പ്രസിദ്ധീകരിച്ചു. അതിലേറ്റധികം മുൻപന്തിയിൽ നിന്ന് കർമ്മയാണ്. കർമ്മ നടത്തിയ ധീരമായ പോരാട്ടമാണ് ഈ SPCക്കെതിരെയുള്ള നടപടികൾ ആരംഭിച്ചത്. പിന്നീട് അവർ ഇവിടെ നിന്ന് കളം മാറ്റിയപ്പോൾ തമിഴ്നാട്ടിൽ കാണുന്ന സ്ഥലത്തെല്ലാം മണി ചെയിൻ മോഡലിൽ അവർ പണം പിരിക്കുകയാണ്. ഓരോ പഞ്ചായത്തിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ വാങ്ങിയാണ് ഈ വളക്കമ്പനി സാധനം വിട്ടുകൊടുക്കുന്നത്. 1 ലക്ഷം രൂപ പിരിച്ച് തന്നാൽ 20,000 രൂപയുടെ സാധനം വിട്ടുകൊടുക്കും. ഈ സാധനമോ ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റാത്ത സാധനങ്ങളാണ്. അങ്ങനെ തട്ടിപ്പിൻ്റെ വേറൊരു മുഖവുമായിട്ടാണ് ഈ ജെയ്മോൻ എന്ന് പറയുന്ന ഇടുക്കിക്കാരൻ രംഗപ്രവേശം ചെയ്തിരിക്കുന്നത്. അപ്പം എന്തായാലും ശരി, ഇവിടെ ഇപ്പോൾ ഏറ്റവും പുതിയ വിശേഷം വന്നിരിക്കുന്നത് അവർക്കെതിരെ എൻഫോഴ്സ്മെൻറ്റ് രംഗത്തിറങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. ഏകദേശം 10,000 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇവർക്കൊരു ഗുണ്ടാ സംഘമുണ്ട്. ആരെങ്കിലും വാർത്ത പ്രസിദ്ധീകരിച്ചാൽ അവർക്കെതിരെ എല്ലാ വിധത്തിലും ഗുണ്ടകളുമായി വരും, ആക്രമിക്കും എന്നൊക്കെയുള്ള വാർത്തകളാണ് പല മേഖലകളിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. കർമ്മയുടെ പ്രവർത്തകർക്കെതിരെ ഇവർ നടത്തിയിട്ടുള്ള ഭീകരമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മളെല്ലാം കേട്ടിട്ടുണ്ട്. ആ വാർത്തകളെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. ഇവർ പല കള്ളക്കേസുകളും കർമ്മയ്ക്കെതിരെ കൊടുത്തെങ്കിലും അതെല്ലാം തട്ടിപ്പാണെന്ന് പിന്നീട് തെളിയുകയുണ്ടായി. കർമ്മ പ്രസിദ്ധീകരിച്ച വാർത്തകളെല്ലാം സത്യമായിരുന്നുവെന്നും അതിലൂടെ പല കർഷകരും രക്ഷപ്പെട്ടുവെന്നും എന്നുള്ള വാർത്തകൾ പറഞ്ഞു. അതിൽ തട്ടിപ്പിനിരയായ ആളുകൾ നേരിട്ട് കർമ്മയ്ക്ക് കൊടുത്ത വാർത്തകളാണ് അന്ന് വലിയ ഇഷ്യൂ ഉണ്ടാക്കുകയും പൊതുജന ശ്രദ്ധ വരികയും ചെയ്തത്. ഇപ്പോൾ ജനങ്ങൾ ഇതിൽ തട്ടിപ്പിനിരയായ ആളുകളാണ് ക്രൈമിനോട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതെ, ഹൈറിച്ച് പോലെ മറ്റൊരു തട്ടിപ്പാണ് ജെയ്മോൻ്റെ നേതൃത്വത്തിലുള്ള SPCയും പ്രാണ ഇൻസൈറ്റും പ്രാണ സൂപ്പർ മാർക്കറ്റും. അതേ മോഡൽ, അതേ രീതിയിലുള്ള തട്ടിപ്പ്.
അതായത് ജനങ്ങൾക്ക് വേണ്ടത് കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പറയുക, ഞങ്ങൾക്ക് 10,000 രൂപ നിക്ഷേപിച്ചാൽ 20,000 കിട്ടും, അല്ല 20,000 കിട്ടാൻ 40,000 കിട്ടും എന്നൊക്കെയാണ്. അത് ഇതേ മോഡൽ. എന്താണ് മലയാളി നന്നാവാത്തത്? എത്ര പറ്റിച്ചാലും എത്ര തട്ടിപ്പ് നടത്തിയാലും വീണ്ടും വീണ്ടും തട്ടിപ്പിന് ഇവർ ഇറങ്ങിച്ചെല്ലുകയാണ്. സാധാരണക്കാരുടെ മനസ്സിൽ വിത്തുപ്പാകുകയാണ്. ഇതിലൂടെ വലിയ നേട്ടങ്ങളുണ്ടാകും. നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടും. നാളേക്ക് നിങ്ങളുടെ മോഹവാഗ്ദാനങ്ങൾ കൊണ്ട് നിങ്ങൾ വലിയ കൊട്ടാരങ്ങൾ പണിയും. നിങ്ങൾക്ക് എല്ലാ തരത്തിലും സൗഭാഗ്യം ലഭിക്കും. സൗഭാഗ്യം പോയിട്ട് എന്താണ്? ജീവിതം തന്നെ കെട്ടുകിടക്കുന്ന നൂറുകണക്കിന് ആളുകളാണ് ഇതൊന്ന് ഇടപെടണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളോട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഞങ്ങളുടെ പ്രേക്ഷകർ അങ്ങനെ വിളിച്ചു പറയുമ്പോൾ തീർച്ചയായും ഞങ്ങൾക്ക് ഇടപെടാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളുടെ അറിവിൽ ഇതേപോലെ തട്ടിപ്പിനെതിരെ ഈ പറയുന്ന SPCയുടെ പ്രാണ ഇൻസൈറ്റിൻ്റെ പ്രാണ സൂപ്പർ മാർക്കറ്റിൻ്റെ പേരിൽ പണം നിക്ഷേപിച്ച് തട്ടിപ്പിനെതിരെയായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ഞങ്ങളോട് ബന്ധപ്പെടുക. ഞങ്ങൾ അവർക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഞങ്ങൾ കേരളത്തിലല്ല, ഇന്ത്യയിൽ എവിടെയായാലും ശരി ഇത്തരത്തിൽ തട്ടിപ്പുകൾ നടത്തുന്നവർക്കെതിരെയുള്ള പോരാട്ടം എന്നോ തുടങ്ങിയതാണ്. നിങ്ങൾക്കറിയാമല്ലോ, ലാവ്ലിൻ കേസ് 2005 ക്രൈമാണ് പുറത്തു കൊണ്ടുവന്നത്. പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് അതിൽ ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. ഇപ്പോഴിതാ എല്ലാവരും പിണറായി വിജയൻ കള്ളനാണേ, പെരുങ്കള്ളനാണേ, കൊള്ളക്കാരനാണേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെല്ലാം. കേരളത്തിലെ വലിയ ചാനലുകളാണ് ഇപ്പോൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. മാസപ്പടി വിവാദത്തിൽ ഇപ്പോൾ എല്ലാ പ്രമുഖരായ ആളുകൾ അദ്ദേഹത്തിനെതിരെ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നു. അതോടൊപ്പം അദ്ദേഹത്തിനെതിരെ എല്ലാ തരത്തിലും അന്വേഷണവും വന്നിരിക്കുന്നു. ഏത് സമയത്തും പിടിക്കപ്പെടാവുന്ന ഒരു കൊടും തട്ടിപ്പ് ഭീകരനാണ് പിണറായി വിജയൻ എന്ന് തെളിഞ്ഞിരിക്കുന്നു. ഇതുപോലെയാണ് നമുക്കറിയാം ഐസ്ക്രീം പാർലർ പെൺവാണിഭത്തിലായിക്കോട്ടെ, അതേ സരിതയുടെ തട്ടിപ്പിലായിക്കോട്ടെ, അതേപോലെ ശോഭന ജോർജിൻ്റെ വ്യാജരേഖ കേസായിക്കോട്ടെ, ഹൈറിച്ചിൻ്റെ തട്ടിപ്പായിക്കോട്ടെ, ഇതെല്ലാം ക്രൈം പുറത്തു കൊണ്ടുവരുമ്പോൾ ആരും വിശ്വസിച്ചിരുന്നില്ല. പിന്നീട് എത്ര തന്നെ മറച്ചു വെച്ചാലും 1000 സ്വർണ്ണപാത്രങ്ങളോട് മൂടി വെച്ചാലും അത് ഒരു നാൾ തുറന്നു പുറത്തു വരും. അതുപോലെയാണ് ഇപ്പോൾ SPCയുടെ തട്ടിപ്പും. ഇത് SPC നടത്തുന്നത് ജൈവവളം എന്നുള്ള പേരുള്ള ഒരു തട്ടിപ്പാണ്. കർഷകരെ പറ്റിച്ചിട്ടാണ് അവർ കോടികൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് കേരളത്തിൽ നിന്ന് മറ്റു സ്റ്റേറ്റുകളിലേക്ക് വ്യാപിപ്പിക്കുകയാണ് ഇവർ. ആ തട്ടിപ്പിലൂടെ കിട്ടുന്ന പണമെല്ലാം സുരക്ഷിതമായി ഇവിടെ നിന്ന് വിദേശത്തേക്ക് കടത്തുന്നു എന്നുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ എൻഫോഴ്സ്മെൻറ്റ് അവർക്കെതിരെ നടപടി തുടങ്ങിയിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമുക്ക് കൂട്ടായി ഇത്തരത്തിലുള്ള തട്ടിപ്പുകാർക്കെതിരെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. ഓരോ ഇതിൽ തട്ടിപ്പിനിരയായ ആളുകളും ഞങ്ങളോട് ബന്ധപ്പെടുക. ഞങ്ങൾ നമ്പറും ഫോൺ നമ്പറും അഡ്രസ്സും ഇതോടൊപ്പം കൊടുത്തിട്ടുണ്ട്. ഇമെയിൽ അഡ്രസ്സും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. നന്ദി, നമസ്കാരം.